Dear students, welcome back. We are already discussing about operators and data types, etc. in Python. Then now we are discussing about variables, statements, expressions and indentation in Python. What is a variable? Variable is a data element and its value do not change during the execution of a program. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലോ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഡാറ്റ എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയും. ഓർ നമുക്ക് മറ്റൊരു ഡെഫിനേഷനോട് വേണമെങ്കിൽ പറയാം, വേരിയബിൾ ഓർ വേരിയബിൾ നെയിം റിപ്രസെന്റ്സ് ദ മെമ്മറി ലൊക്കേഷൻ വേർ ദ കോൺസ്റ്റന്റ് വാല്യൂസ് ആർ സ്റ്റോർഡ്. ഇപ്പം കോൺസ്റ്റന്റ് വാല്യൂസ് എവിടെയാണോ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നത്, ആ മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെയിംസിനെയാണ് എന്ത് പറയുന്നത്, വേരിയബിൾ നെയിംസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച സി പ്രോഗ്രാമിനകത്ത് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം, അതായത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം, അതിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് ഇൻഫോം ചെയ്യണം. പക്ഷെ ഇൻ പൈത്തണിൽ നമ്മൾ വേരിയബിൾസ് എന്തിൻ്റെ ആവശ്യമില്ല, വേരിയബിൾസ് എന്താണെന്നുള്ളത്, ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ പൈത്തണിനകത്ത് ചെയ്യുന്ന ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ വേരിയബിൾ നെയിം ഈസ് കോൾഡ് ഡിക്ലെയറിംഗ് ദ വേരിയബിൾ. അതായത് നമ്മളൊരു വേരിയബിളിന് ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു എന്നുള്ള. ദെൻ നമ്മൾ ആ വേരിയബിളിനകത്തേക്ക് ഏത് ടൈപ്പ് വാല്യൂ ആണോ അസൈൻ ചെയ്യുന്നത്, ആ വാല്യൂവിൻ്റെ ടൈപ്പ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. In Python, variables do not need to be declared explicitly in order to reserve memory spaces as in other programming languages like C, Java, etc. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിയിലും ജാവയിലും എല്ലാം ഉള്ളതുപോലെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു വേരിയബിളിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളതോ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം എന്തിനകത്ത് വരുന്നില്ല, പൈത്തണിനകത്ത് വരുന്നില്ല. അതേപോലെ നമ്മൾ എപ്പോഴാണോ ഒരു വേരിയബിൾ നമുക്ക് ആവശ്യം വരുന്നത്, ആ സമയത്ത് നമുക്കൊരു ന്യൂ വേരിയബിളിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ പ്രോഗ്രാമിൽ ആവശ്യമുള്ള എല്ലാ വേരിയബിൾസും ഒന്നിച്ച് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ആവശ്യം എന്തിനകത്ത് വരുന്നില്ല, പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ വരുന്നില്ല. ഓക്കെ. When we initialize the variable in Python, Python interpreter automatically does the declaration process. അതായത് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിയുന്ന സമയത്ത്, അതായത് വേരിയബിൾ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ അതിനകത്തേക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു x=0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ ഇന്റർപ്രറ്റർ അതിനെ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഒരു ഡിക്ലറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കും. ഓക്കെ. നെക്സ്റ്റ്, initializing a variable. How to initialize a variable? The general format, variable equal to expression, where variable is the name of the variable and expression is any value, text or arithmetic expression. അപ്പോൾ നമുക്ക് വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിൽ ഈക്വൽ ടു സിമ്പിൾ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഈ ഒരു സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയബിൾസ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് എല്ലായ്പ്പോഴും വേരിയബിളും, ദെൻ റൈറ്റ് സൈഡിലാണ് ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനുള്ള വാല്യൂ ഉണ്ടാവുക. അപ്പൊ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പക്ഷേ എന്താവാം, മറ്റൊരു വേരിയബിൾ ആവാം, അല്ലെങ്കിൽ വാല്യൂസ് ആവാം, അതും അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ആവാം. ഓക്കെ. Then next example, x=25, wish equal to hello. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. അതിനകത്തേക്ക് 25 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അതിന്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ആണ്. ഇവിടെ ഇൻറ്റീജർ വാല്യൂ അല്ലേ അസൈൻ ചെയ്തത്, അതുകൊണ്ട്. നെക്സ്റ്റ്, wish equal to hello, where we assign a string value to the variable wish. വിഷ് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് നമ്മൾ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെയാണ് അസൈൻ ചെയ്തത്. അതുകൊണ്ട് വിഷ് എന്നുള്ള വേരിയബിളിന്റെ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിങ് ടൈപ്പ് ആയിരിക്കും വരുന്നത്.
then ഇതേപോലെ തന്നെ നമുക്ക് ഒരു ലൈനിൽ, അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ലൈൻ ഉപയോഗിച്ചിട്ട്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ വേരിയബിൾസിനകത്തേക്ക് വാല്യൂസ് അസൈൻ ചെയ്യാം. അപ്പൊ ഇവിടെ എ ബി ആൻഡ് സി ഈ 3 വേരിയബിൾ നെയിംസിനകത്തേക്ക് 3 വാല്യൂസ് ഞാൻ അസൈൻ ചെയ്യും. 3 എണ്ണത്തിന്റെയും ടൈപ്പ് സെയിം അല്ല, ഡിഫറെന്റ് ടൈപ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതില നമ്മൾ ഏതൊരു ഓർഡറിലാണ് വേരിയബിൾ നെയിം കൊടുത്തത് ആ സെയിം ഓർഡറിൽ തന്നെ വാല്യൂസ് അസൈൻ ചെയ്യും. ഇപ്പൊ എ ഈക്വൽ ടു 75 എന്ന് വരും, ദെൻ ബി ഈക്വൽ ടു ട്രൂ ആയിരിക്കും, സി ഈക്വൽ ടു ഹലോ എന്നുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസിനകത്തേക്ക് സിംഗിൾ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അതിന്റെ മീനിങ് എന്താ? എ ബി ആൻഡ് സി ഈ 3 വേരിയബിളിന്റെയും ഇനീഷ്യൽ വാല്യൂ എന്തായിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്? 0 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ എക്സ് ഈക്വൽ ടു 10. ഇപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കുമ്പോൾ മെമ്മറിയിൽ 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു സ്പേസിനകത്ത് 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് ആ ഒരു മെമ്മറി ലൊക്കേഷന്റെ നെയിമായിട്ട് എന്തോ യൂസ് ചെയ്തു? എക്സ് എന്ന് യൂസ് ചെയ്തു. ഇപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ടൈപ്പ് നോക്കാം. ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റീജർ എന്ന് കിട്ടും. ദെൻ ഈ സെയിം വാല്യൂവിൽ നമുക്ക് വേണമെങ്കിൽ സെയിം വേരിയബിളിനകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. ഇപ്പോൾ എക്സ് ഈക്വൽ ടു ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എക്സിന്റെ ടൈപ്പ് ബൂളിയൻ ആണെന്ന് കാണിക്കും. ഓക്കെ, ദെൻ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഹലോ. ഇപ്പം ഇവിടെ ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിച്ച് മോർ ദാൻ 1 വേരിയബിൾസിനകത്തേക്ക് നമ്മളൊരു സിംഗിൾ വാല്യൂ അസൈൻ ചെയ്യുമ്പം എല്ലാ വേരിയബിൾസിന്റെ ടൈപ്പും സെയിം ആയിരിക്കും. ഇവിടെ ടൈപ്പ് ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന? സ്ട്രിങ് എന്ന് കിട്ടും. എ ഈക്വൽ ടു ഹലോ ആണ്, സി ഈക്വൽ ടു ഹലോ ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എ കോമ ബി കോമ സി ഈക്വൽ ടു 10, 178, 45. ദെൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ സിയിൽ പഠിച്ച ആ ഒരു ബുദ്ധിമുട്ടൊന്നും എന്തിനകത്തില്ല. ഈ പൈത്തണിനകത്ത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനകത്തേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുന്നതിനോ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, അതായത് നമുക്ക് ഏതൊരു വേരിയബിൾ, ഏതൊരു മെമ്മറി ലൊക്കേഷനിലും ഏത് ടൈപ്പ് വാല്യൂസിന് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ അവസാനം നമ്മൾ ആ ലൊക്കേഷനിൽ ഏത് ടൈപ്പ് വാല്യൂ ആണോ സ്റ്റോർ ചെയ്ത് അതായിരിക്കും ആ ലൊക്കേഷൻ റിപ്രസെന്റ് ചെയ്യുന്ന വേരിയബിളിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് റൂൾസ് ഫോർ പൈത്തൺ വേരിയബിൾസ്. വേരിയബിളിന് നെയിംസ് കൊടുക്കുമ്പോൾ ഉള്ള റൂൾസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? അതായത് നമ്മൾ സിയിൽ യൂസ് ചെയ്തിരുന്ന സെയിം റൂൾസ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫസ്റ്റ്, എ വേരിയബിൾ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ എൻ അണ്ടർസ്കോർ ക്യാരക്ടർ. ഒന്നുകിൽ ഒരു ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ക്യാരക്ടർ ആയിരിക്കണം എന്ത് പൈത്തൺ വേരിയബിളിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. The next, a variable name cannot start with a number. Number use ചെയ്തിട്ട് നമുക്കൊരു വേരിയബിൾ നെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. Then a variable name can only contain alphanumeric characters and underscore characters. അതായത് വേരിയബിളിന്റെ ഫസ്റ്റ് നെയിം എന്തായിട്ട് യൂസ് ചെയ്യാം, ഫസ്റ്റ് ക്യാരക്ടർ എന്തായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി ആ വേരിയബിളിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം? ഡിജിറ്റ്സിനെ യൂസ് ചെയ്യാം, ആൽഫബറ്റ്സ് യൂസ് ചെയ്യാം, അതുപോലെ അണ്ടർസ്കോർ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, എ വേരിയബിൾ നെയിം ആർ കേസ് സെൻസിറ്റീവ്. വേരിയബിൾ നെയിം എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കേസിലാണോ കൊടുത്തിരിക്കുന്നത് ആ സെയിം കേസിൽ തന്നെ വേണം ആ വേരിയബിൾസിനെ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ഹൗ ടു ഡിലീറ്റ് എ വേരിയബിൾ. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ നമുക്ക് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമുക്കിവിടെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ വേരിയബിൾസിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ del എന്ന് പറയുന്ന DEL എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് വേരിയബിൾസിനെ ഡിലീറ്റ് ചെയ്യാം. യു ക്യാൻ ഓൾസോ ഡിലീറ്റ് വേരിയബിൾ യൂസിങ് കമാൻഡ് del വേരിയബിൾ നെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് നമ്മൾ ഏത് വേരിയബിളിനെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഏതാണോ വേരിയബിളിനെ നമുക്ക് റിമൂവ് ചെയ്യാം. For example, del x അല്ലെങ്കിൽ del name. അപ്പോൾ നമുക്ക് ഇതോടെ ഒന്ന് ചെയ്ത് നോക്കാം.
നമ്മളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുക ABC എന്ന് പറയുന്ന വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ del ABC കൊടുക്കാം. അതായത് del A കൊടുത്തു. ഇനി ഞാൻ നെക്സ്റ്റ് A എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വേണ്ട എന്തായിരിക്കും? എററാണ്. എന്താണ്? A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ നമ്മൾ അതിനെ യൂസ് ചെയ്തു. അപ്പം ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെ del ഉപയോഗിച്ച് നമ്മളിവിടെ റിമൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈത്തണിനകത്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർഡേഴ്സിനെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് എ പൈത്തൺ ഇന്റർപ്രറ്റർ can execute are called statements. പൈത്തൺ ഇന്റർപ്രറ്ററിന് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം എക്സാമ്പിൾസ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്, ലോപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെന്റ്. അപ്പം നമുക്ക് ഒരു സിംഗിൾ ലൈൻ, അതായത് സി പ്രോഗ്രാമിന്റെ കേസിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ സെമിക്കോളൻ ആയിരുന്നു. ഡിലിമിറ്റർ ക്യാരക്ടർ സെമിക്കോളൻ ആയിരുന്നു. ഇവിടെ പൈത്തണിന്റെ ഡിലിമിറ്റർ ക്യാരക്ടർ എന്ന് പറയുന്നത് ന്യൂ ലൈൻ ആണ്. എൻ്റെ കീ പ്രസ് ചെയ്യുന്നത് വരെയാണ് പൈത്തണിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിലധികം ലൈൻസ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഒരു ലൈനിലല്ല മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഓരോ ലൈനിന്റെ എൻഡിലും സ്ലാഷ് സിമ്പിൾ യൂസ് ചെയ്യണം. ഓക്കെ, in Python the end of statement is marked by a new line character, but we can make a statement extend over multiple lines within the line continuation character slash. അതായത് സ്ലാഷ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളിനെ നമ്മൾ പറയുന്നത് ലൈൻ കണ്ടിന്യൂഷൻ ക്യാരക്ടർ ആണ്. അപ്പം മൾട്ടിപ്പിൾ ലൈൻസ്, ഒന്നിലധികം ലൈൻസിലായിട്ട് നമുക്ക് വാല്യൂ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ലൈനിന്റെ എൻഡിലും നമ്മൾ എന്ത് കൊടുക്കണം? സ്ലാഷ് കൊടുക്കണം. ഇതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ A equal to 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 8 and 9. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ലൈനിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ മൾട്ടിപ്പിൾ ലൈൻസിലായിട്ട് കൊടുത്തിട്ട് അതൊരു സിംഗിൾ ലൈനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സിമ്പിൾസ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മളിവിടെ A equal to 1 plus 2 plus 3 അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യും, അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം എനിക്കിനെ ഇത് കണ്ടിന്യൂ ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടെന്ന് ഇന്റർപ്രറ്ററിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം? സ്ലാഷ് സിമ്പിൾ കൊടുക്കുക. ദെൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വാല്യൂസിന് വേണ്ടിയിട്ട്. 4 plus 5 plus 6. നമുക്കിവിടെ വന്ന സിൻടാക്സ് എറർ വരാൻ കാരണം പ്ലസ് സിമ്പിൾ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, 3 slash എൻ്റെ കീ plus 4 plus 5 plus 6. ഓക്കെ, നമുക്ക് ഈ വാല്യൂ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പം 1 plus 2 plus 3 plus 4 plus 5 plus 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 21 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ത് പറയണം? ലൈൻ കണ്ടിന്യൂഷൻ കൊടുക്കുകയാണ്, സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂഷൻ കൊടുക്കുകയാണ്. ഒരു ലൈനിൽ കംപ്ലീറ്റ് ചെയ്തില്ല, നെക്സ്റ്റ് ലൈനിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂഷൻ സിമ്പിൾ ആയിട്ടുള്ള സ്ലാഷ് എന്ന് പറയുന്ന സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് this is an explicit line continuation. In Python, line continuation is implied inside parenthesis, bracket and braces. For instance, we can implement the above multi-line statement as A equal to parenthesisനുള്ളിൽ നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് പരാന്തസിസിനുള്ളിലാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര ലൈൻസിലായിട്ട് വേണമെങ്കിലും അതിനെ എഴുതാം. അപ്പോൾ എന്തിനാവശ്യമില്ല, നമുക്ക് ഈ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക് സ്ലാഷ് സിമ്പിളിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അതായത് ദിസ് ഈസ് എൻ എക്സ്പ്ലിസിറ്റ് ലൈൻ കണ്ടിന്യൂഷൻ. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് തൊട്ട് മുമ്പേ ചെയ്തിരുന്നത് എക്സ്പ്ലിസിറ്റ് ലൈൻ കണ്ടിന്യൂഷൻ ആണ്.
ദെൻ നമുക്ക് പരാന്തസിസിനുള്ളിലാണെങ്കിലും ബ്രാക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ ബ്രേസിനുള്ളിൽ, ഇപ്പം ബ്രേസ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? സെറ്റ് വാല്യൂസിന്റെ കേസിൽ, ദെൻ ലിസ്റ്റിന്റെ കേസിൽ, ട്രിപ്പിൾസിന്റെ കേസിൽ എല്ലാം നമുക്ക് കണ്ടിന്യൂഷൻ വരുവാണെങ്കിൽ അവിടെ ഇംപ്ലിസിറ്റ് കണ്ടിന്യൂഷൻ നടന്നോളും. നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, here the surrounding parentheses do the line continuation implicitly, same as in the case of square and brace. For example, colors. ഇവിടെ ലിസ്റ്റ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ദെൻ അത് എൻഡ് ചെയ്യുന്നത് വരെ ഇന്റർപ്രറ്റർ വെയിറ്റ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യാതെ. ഓക്കെ, we can also put multiple statements in a single line by using semicolon. അതായത് ഇപ്പം നമ്മൾ ചെയ്തത് ഒരു സ്റ്റേറ്റ്മെന്റിനെ മൾട്ടിപ്പിൾ ലൈൻസിലായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതായിരുന്നു. ഇനി മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു സിംഗിൾ ലൈനിൽ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് A = 1 സെമിക്കോളൻ, B = 2, C = 3 ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ സെമിക്കോളൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ടു സെപ്പറേറ്റ് ടു സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ സിംഗിൾ ലൈൻ. ഒരു ലൈനിനകത്ത് നമ്മൾ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സെമിക്കോളൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതുകൂടി ഒന്ന് ചെയ്യാം. ലിസ്റ്റ് ഈക്വൽ ടു ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റർനേഷൻ ഒരു ലൈനിൻ്റെ കേസിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട? ലൈൻ കണ്ടിന്യൂയിങ്ങിനുള്ള ക്യാരക്ടർ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഒന്ന് വന്നിട്ട് എൻ്റർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ബനാന, ആപ്പിൾ ആൻഡ് ആപ്പിളിനൊരു അധികമായി പോയിട്ടുണ്ടല്ലേ APPക്ക് പകരം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ലൈനിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. B = 3, ഓക്കെ, A, B. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ലൈനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? സെമിക്കോളൻ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്രഷൻസ്. വാട്ട് ഈസ് ആൻ എക്സ്പ്രഷൻ? An expression is a combination of literals, variable names, operators, and calls to functions. Expression need to be evaluated. The result of evaluating an expression is a value or object. അതായത് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലിറ്ററൽസ്, വേരിയബിൾസ്, നെയിംസ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റർ ഉണ്ടാവും. ആ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ വേരിയബിൾസിനെ, നെയിംസ് അല്ലെങ്കിൽ ലിറ്ററൽസിനെ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിയാം അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്, ലോജിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്, ബൂളിയൻ എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പം ബിറ്റ് വൈസ് ഓപ്പറേഷൻ ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ arithmetic expression എന്ന് പറഞ്ഞാൽ an arithmetic expression contains literals and arithmetic operators അല്ലേ. അപ്പം ലിറ്ററൽസ് ഓർ വേരിയബിൾസ് ആൻഡ് arithmetic operators, arithmetic ഓപ്പറേറ്ററും വേരിയബിളും ലിറ്ററൽസും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, arithmetic എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു arithmetic എക്സ്പ്രഷൻ്റെ പ്രത്യേകത ആ എക്സ്പ്രഷനകത്ത് എന്താണോ ചെയ്യാൻ പറഞ്ഞത്, എന്ത് ഓപ്പറേഷനാണോ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻസ് ഇന്റർപ്രറ്റർ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് എക്സ്പ്രഷൻ്റെ ജനറൽ ഫോർമാറ്റാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ A പ്ലസ് ബി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. അപ്പൊ ഇതിൽ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. ലോജിക്കൽ എക്സ്പ്രഷൻ ആണെങ്കിൽ ലോജിക്കൽ സിമ്പിൾ ആയതെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം ഇതിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷന്റെയും ലോജിക്കൽ എക്സ്പ്രഷന്റെയും എല്ലാം കൂടി കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ ഓപ്പറൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ANB എന്ന് പറയുന്നത് ഓപ്പറൻസ് ആണ്, അല്ലെങ്കിൽ വേരിയബിൾസ് ആവാം, അതല്ലെങ്കിൽ അതെന്തായിരിക്കാം? ഓപ്പറൻഡ് എന്ന് പറയുന്നത് വാല്യൂസ് ആവാം. ഓക്കെ,
If you ask Python to print an expression, the interpreter evaluate the expression and display the result. അപ്പോൾ നമ്മൾ print a+b എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ a and b ക്ക് വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും? a and b ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. Then using expression, we can perform operations like addition, subtraction, concatenation and so on. It can also have a call to a function which evaluates results. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ അതിനകത്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്നതാവാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യുന്നതായിരിക്കാം ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ a equal to 4. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് 4 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്രഷനായിട്ടാണ് ഇന്റർപ്രറ്റർ കണക്കാക്കുന്നത്. അതായത് 4 എന്നുള്ളതിന് അത് ഇവാലുവേറ്റ് ചെയ്തു ജസ്റ്റ് ആ വാല്യൂ തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നു. ദെൻ നമ്മളിപ്പോൾ ഇവിടെ 4 + 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ഇതൊരു എക്സ്പ്രഷനാണ്. ദെൻ a = 5 ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് a = 5 എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ a > 10 നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ലോജിക്കൽ എക്സ്പ്രഷൻ ആണ്. വാല്യൂ ഓഫ് a > 10 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ a > 10 അല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് ആൻസർ തന്നു? നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന ആൻസർ തരുന്നു. അപ്പോൾ ഓർക്കുക, എപ്പോഴാണെങ്കിലും ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിൾസ് ആയിരിക്കും. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. ഇപ്പം /2 എന്ന് കൊടുത്തു. ദെൻ പ്രിന്റ് എക്സിന് വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം എക്സ്പ്രഷൻ എന്ന് പറയുന്നത് x = 5/2 ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ 5/5 ഇവിടെ നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്ലോർ ഓപ്പറേഷൻ ആണ്. ദെൻ 5 /2 ചെയ്തു അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് നമ്മൾ കിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? എക്സ്പ്രഷൻ ആണെങ്കിൽ അത് ഇവാലുവേറ്റ് ഒരു റിസൾട്ട് തരും. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. അല്ലാത്ത കേസുകളിൽ നമുക്ക് റിസൾട്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, okay, the next topic indentation. Indentation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുക, മൾട്ടിപ്പിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുക, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുക. അപ്പം ബ്ലോക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പം അതിനകത്തുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് ഒരു ബ്ലോക്കായിട്ട് ചെയ്യേണ്ടി വരും. Most of the programming languages like C, C++ and Java uses brace to define a block of code. Python, however, use indentation. അതായത് പൈത്തണിൻ്റെ കേസിൽ ഇൻഡൻറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സിയിലാണെങ്കിൽ ഇഫ് a less than b അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തു നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനുള്ളിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇതേ കാര്യം നമ്മൾ പൈത്തണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇഫ് a less than b ആണെങ്കിൽ a less than ആണ് സിമ്പിൾ, ലെസ് ദാൻ b ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നെക്സ്റ്റ്, അതായത് ഈ ഇഫ് ട്രൂ ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മളൊരു സ്പേസ് വിട്ടിട്ട് ഇവിടേക്ക് റൈറ്റ് ചെയ്യും, ഇവിടെ റൈറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇഫിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും.
അപ്പം അതിൻ്റെ മീനിങ് ഈ ഇഫ് കഴിഞ്ഞ് ഇഫിൻ്റെ നേരെ താഴോട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പം ഇഫ് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട നമ്മളൊരു പെർട്ടിക്കുലർ സ്പേസ് ബ്ലൈൻഡ് സ്പേസസ് വിട്ടതിന് ശേഷമായിരിക്കും നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇവിടെ നോക്കാം, ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫോർ ഐ ഇൻ റേഞ്ച് 1 to 11, അതായത് 1 to 11 വരെയുള്ള വാല്യൂസിന് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഐ എന്ന് കൊടുത്തു. അപ്പൊ ഈ ഫോർ ലൂപ്പിന് നേരെ താഴെയല്ല എന്ത് കൊടുത്തിരിക്കുന്നത്, പ്രിന്റ് ഐ എന്നുള്ളത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി നോക്കാം, ഇഫ് ഐ ഈക്വൽ ടു 5, ഇഫ് ഐ ഈക്വൽ ടു 5 ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഈ ഫോർ ലൂപ്പിനുള്ളിൽ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, a code block or body of a function loop etc. start with the indentation and ends with the first unindented line. The amount of indentation is up to you, but it must be consistent throughout that block. Generally, 4 white spaces are used for indentation and are preferred over tabs. Here is an example. അപ്പോൾ നോക്കാം, നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റർ നമ്മളിവിടെ ഇപ്പം ഒരു ലൈൻ ടൈപ്പ് ചെയ്തു, അതായത് ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോമൺലി ആ ഒരു എന്ത് ചെയ്യും, നമ്മുടെ കേഴ്സർ ഒരു 4 ബ്ലാങ്ക് സ്പേസ് മുന്നോട്ട് നീങ്ങിയിട്ടായിരിക്കും നെക്സ്റ്റ് ലൈൻസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് വീണ്ടും ഫസ്റ്റ് ലൈനിലേക്ക് തന്നെ ഫസ്റ്റ് കോളത്തിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എ ഈക്വൽ ടു 100 ആൻഡ് ബി ഈക്വൽ ടു 200 if a greater than b. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി കൊടുത്തു, അതൊരു ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത് അല്ലേ. ഇഫ് ട്രൂ ആണെങ്കിലും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ലൈനിൽ ഇവിടേക്കല്ല വന്നിരിക്കുന്നത്, എന്താണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ലൈനിലേക്ക് ഇത്രയും സ്പേസ്, അതായത് ഒരു ടാബ് സ്പേസ് ആണ് ഇവിടെ ഇൻറ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, പ്രിൻ്റ് ലാർജസ്റ്റ്. അപ്പം എനിക്ക് എ ആണ് ലാർജസ്റ്റ് എങ്കിൽ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്തിട്ട് എ ഇസ് ലാർജസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇപ്പം എനിക്ക് എൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈഫ് ട്രൂ ആണെങ്കിലല്ലല്ലോ എൽസിലേക്ക് പോകേണ്ടത്, ഇഫ് ഫോൾസ് ആണെങ്കിലല്ലേ. നമ്മളൊരു ബാക്ക് സ്പേസ് കൊടുക്കുക, ദെൻ എൽസ് എന്ന് ടൈപ്പ് ചെയ്യുക, എൽസ് പ്രിന്റ് ബി ഈസ് ലാർജസ്റ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് എൽസിലെ എനി സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്തൊക്കെയും ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം എനിക്ക് ഇനി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഞാൻ ഒരു എന്തൊക്കെ കൂടി പ്രസ് ചെയ്യണം. കാരണം എന്താണ്, അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൻ്റെ എൻഡായിട്ട് കണക്കാക്കുള്ളൂ. അതുകൊണ്ട് അപ്പം ഞാൻ എന്തൊക്കെ പ്രസ് ചെയ്തു. അപ്പം എന്ത് വന്ന ആൻസർ 200 ഇസ് ലാർജസ്റ്റ്. അപ്പം നോക്കാം, ഇൻഡന്റേഷൻ്റെ കേസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന എറർ പറഞ്ഞുതരാം. ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ പ്രിന്റ് ബി ഈസ് ലാർജസ്റ്റ്. ബി ഈസ് ലാർജസ്റ്റ്. ഓക്കെ, എന്റർ പ്രസ് ചെയ്തു. ഇത് ഞാനിവിടെ എൽസ് കൊടുത്തു. എൽസ് കൊടുത്ത് എന്തൊക്കെ പ്രസ് ചെയ്ത ഉടനെ അവിടെ എന്ത് വന്നു, സിൻടാക്സ് എറർ വന്നു, ഇൻവാലിഡ് സിൻടാക്സ്. കാരണം എന്താണ്, ഇപ്പം ഇവിടെ നമ്മൾ ഈ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്നത് പ്രകാരം മീനിങ് എന്താണ്, ഈഫ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട പാർട്ടായിട്ടാണ് എന്തിനെ എഴുതിയിരിക്കുന്നത്, എൽസിനെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇൻഡന്റേഷൻ എന്ന് പറയുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടോ ഓർ ഭംഗിക്ക് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്നതല്ല പൈത്തണിൽ, അതതിൻ്റെ സിൻടാക്സിൻ്റെ പാർട്ടാണ്.
ഓക്കെ, അതായത് ഇപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ നമ്മൾ എഴുതിയത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ ഇൻഡന്റേഷൻ എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് നോക്കുക. The enforcement of indentation in Python makes the code look neat and clean. The result in Python programs that look similar and consistent. Indentation can be ignored in line continuation, but it is always a good idea to indent. It makes the code more readable. For example, if true. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. if true, print hello a equal to 5 and ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇഫ് ട്രൂ പ്രിന്റ് ഹലോ എ ഈക്വൽ ടു 5, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈനിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി സെമിക്കോളൻ ഉപയോഗിച്ചു. ഇത് രണ്ടും എന്താണ്, വാലിഡ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുക ഈ ഒരു രീതിയിൽ എഴുതുന്ന ഇൻഡന്റേഷൻ കൊടുക്കുമ്പോഴാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, വേരിയബിൾ. Python variable do not need explicit declaration to reserve memory space. The declaration happens automatically when you assign a value to a variable. The equal sign is used to assign values to variables. അതായത് പൈത്തൺ വേരിയബിളിന് നമുക്ക് എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളൊരു വാല്യൂ ഒരു വേരിയബിളിനകത്ത് വേരിയബിൾ നെയിമിനകത്തേക്ക് അസൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വേരിയബിൾ നെയിമിനെ റിപ്രസെന്റ് ചെയ്യാനുള്ള മെമ്മറി സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, then next up, write one Python statement per line. Although it is possible to write two statements in a line separated by semicolon. പൈത്തണിൽ കോമൺ ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഓരോ ലൈനിലായിട്ടാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റിന്റെ ഡിലിമിറ്റഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ന്യൂ ലൈൻ ആണ്. ദെൻ നമുക്ക് വേണമെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സിന് ഒരു ലൈനിൽ യൂസ് ചെയ്യാം, അതിനെ സെമിക്കോളൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട്. Then comments start with the hash outside a quoted string and ends at the end of a line. Comments are not part of statement. They may occur on the line by themselves or at the end of statements. They are not executed by interpreter. ഇപ്പോൾ കമൻസ് വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ ലൈനിലായിട്ട് കൊടുക്കാം. അതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് കമൻസ് കൊടുക്കുമ്പോൾ ഡബിൾ കൊട്ടേഷന് പുറമെ ഹാഡ് സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡ് സിമ്പിൾ തൊട്ട് എൻഡ് ഓഫ് ലൈൻ വരെയുള്ള പോർഷൻസ് കമൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ കമൻസിനെ ഇന്റർപ്രറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, for a long statement spanning multiple physical lines, we can use slash at the end of physical line to logically join it with the next physical line. Use the slash for joining lines is not required with the expression consists of parenthesis, square bracket and brace. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈനിലേക്ക് സ്പാൻ ചെയ്യുന്ന ഒന്നിൽ മൾട്ടിപ്പിൾ ലൈൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ ലൈനിന്റെ എൻഡിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അതായത് ലൈനിന്റെ കണ്ടിന്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്വേർഡ് സ്ലാഷ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് കണ്ടിന്യൂഷൻ ലൈന് ഉൾക്കൊള്ളുന്നത് ഒരു പാരാന്തസിസിനുള്ളിലോ അല്ലെങ്കിൽ ബ്രേസിനുള്ളിലോ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലോ ഉള്ളതാണെങ്കിൽ ഈ കണ്ടിന്യൂഷൻ ലൈനിന്റെ ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് നെക്സ്റ്റ് ലൈനിൽ പ്രീവിയസ് ലൈനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, when entering statements in interactive mode, an extra blank line is treated as the end of the indent block. അതായത് ഇൻഡന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ററാക്റ്റീവ് മോഡിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾസിൽ ചെയ്ത രീതിയിൽ ഇന്ററാക്റ്റീവ് മോഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ ബ്ലാങ്ക് ലൈൻ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് ഇൻഡന്റേഷൻ്റെ ക്ലോസിംഗ് ആയിട്ട് എൻഡ് ഓഫ് ഇൻഡന്റേഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Indentation is used to represent the embedded statements in a compound or grouped statements. All statements of a compound statement must be indented by a consistent number of spaces. Usually it is 4. White space in the beginning of line is part of indentation. Elsewhere it is not significant. അതായത് ഇൻഡന്റേഷൻ നമുക്ക് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പൊതുവെ ഇൻഡന്റേഷൻ കൊടുക്കേണ്ടി വരുന്നത്. യൂഷ്വലി അതൊരു 4 സ്പേസസ് ആയിട്ടാണ് കണക്കാക്കാറ്. ദെൻ ഒരു ലൈനിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ഇൻഡന്റേഷൻ മാത്രമേ മീനിങ് ഫുൾ ആയിട്ടുള്ളൂ. ദെൻ ഒരു ലൈൻ എൻ്റർ ചെയ്തതിന് ശേഷം, അതായത് ലൈനിന്റെ
എൻഡിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ലൈനിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കൊടുക്കുന്ന ഇൻഡൻറ്റേഷനെ നമുക്ക് അതിൻ്റെ പാർട്ടായിട്ട് എടുക്കാറില്ല, അതൊരു മീനിങ് ഫുൾ അല്ല. വൈറ്റ് സ്പേസ് ഇൻ ദ ബിഗിനിങ് ഓഫ് എ ലൈൻ ഈസ് പാർട്ട് ഓഫ് ഇൻഡൻറ്റേഷൻ ആസ് വെർ ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.